യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചത് റഷ്യയല്ലെന്നാണ് പുടിൻ പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിൽ യുക്രൈനാണ് എല്ലാത്തിനും തുടക്കമിട്ടതെന്നും പറയുന്നുണ്ട് പുടിൻ. നിരവധി പ്രദേശങ്ങളിൽ റഷ്യൻ ഭാഷ നിരോധിച്ചും ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും മറ്റും ആളുകളെ ആട്ടിയോടിച്ചും യുക്രൈൻ റഷ്യൻ താൽപര്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുവെന്നാണ് പ്രധാന വാദം. റഷ്യയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂവെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2022 റഷ്യ യുക്രൈനിൽ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണത്തിന് ശേഷം കുടിയൊഴിഞ്ഞു പോയത് ലക്ഷക്കണക്കിന് ആളുകളാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമായിരുന്നു അത്. യുഎസിന്റെ ഇടപെടലിൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും റഷ്യ ആക്രമണം തുടരുകയാണ്. യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും കടുത്ത നിലപാടുകളിൽ മുന്നോട്ട് പോവുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധം തുടങ്ങിയത് റഷ്യ അല്ല എന്നാണ് പുടിൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇങ്ങനെയൊരു വാദം പുടിൻ മുന്നോട്ട് വെച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീന ഫലമായുള്ള യുക്രൈന്റെ പ്രവൃത്തികളാണ് റഷ്യയെ സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ചതെന്നാണ് പുടിൻ പറയുന്നത്. റഷ്യൻ ഭാഷയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി, റഷ്യൻ സഭകളും ക്ഷേത്രങ്ങളും അടച്ചുപൂട്ടി, റഷ്യൻ സമുദായത്തെ യുക്രൈൻ അടിച്ചമർത്തിയെന്നും അത് സഹിക്കില്ലെന്നും കൂടി പറയുന്നുണ്ട് പുടിൻ. ഫ്ലോറിഡയിലെ മിയാമിയിൽ യുഎസും യുക്രൈനും തമ്മിൽ സമാധാന ചർച്ചകൾ തുടരുന്നുണ്ട്. എന്നാൽ റഷ്യ സമാധാന ചർച്ചകളെ മറയാക്കി ഉപയോഗിച്ച് കൂടുതൽ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് യുക്രൈന്റെ പ്രധാന ആരോപണം. ഇതിനു പിന്നാലെയാണ് പുടിന്റെ പ്രസ്താവന കൂടി എത്തുന്നത്. റഷ്യയുടെ പ്രത്യേക സൈനിക നടപടി ഒരു യുദ്ധത്തിന്റെ തുടക്കമല്ല. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈനിലെ ദേശീയവാദികളെ ഉപയോഗിച്ച് ആളിക്കത്തിച്ച ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് പുടിൻ പറയുന്നത്. ഒന്നുകിൽ ആ ഭൂപ്രദേശങ്ങൾ ഞങ്ങൾ ബലം പ്രയോഗിച്ച് തിരിച്ചുപിടിക്കും, അല്ലെങ്കിൽ യുക്രൈൻ സൈന്യം പിൻവാങ്ങണമെന്നത് മാത്രമാണ് മുന്നിലുള്ളത് എന്നും പുടിൻ കൂട്ടിച്ചേർക്കുന്നു. പുടിന്റെ ഇന്ത്യ സന്ദർശനം യുക്രൈൻ യുദ്ധത്തിന്റെ ഗതിയെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ. എന്നാൽ നയതന്ത്രപരമായ തലത്തിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളിൽ ഇന്ത്യക്ക് മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അനിശ്ചിതത്വത്തിന്റെ നിഴലിലാണ് ഇപ്പോഴുള്ളത്. സമാധാന ചർച്ചകൾ പ്രതീക്ഷ നൽകുമ്പോഴും പുടിന്റെ ഭീഷണികളും ആക്രമണങ്ങളും യുദ്ധം തുടരുമെന്നാണ് സൂചിപ്പിക്കുന്നത്.